ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മയുടെ അനുവാദത്തോടു കൂടി തന്നെ നന്ദിനിയുടെ പേരിലേക്ക് സൈനിങ് അതോറിറ്റി സൂര്യ ആക്കുകയാണ്. അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം പത്മയോട് സൂര്യ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, പുറത്ത് കിടക്കുന്ന ചെരുപ്പെടുത്ത് അകത്ത് വെക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതുപോലെ ഇനിയിപ്പോൾ പത്മ മേഡത്തിൻ്റെ ഒപ്പിൻ്റെ നേരെ താഴെ എൻ്റെ ഭാര്യ നന്ദിനിയുടെ ഒപ്പുകൂടി ഉണ്ടാവും നാളെ മുതൽ എന്ന് പറയുമ്പോൾ പത്മ ഒരു പുച്ഛഭാവത്തോടു കൂടി പറയുന്നതൊക്കെ കേൾക്കാണ്. എന്നിട്ട് സൂര്യ പറയാണ്, ഇനി നിങ്ങൾ പറയുമോ നന്ദിനി നിങ്ങൾക്ക് സമമല്ലെന്ന്? അപ്പോൾ അത് കേട്ടപ്പോൾ പത്മ പറയാണ്, വഴിവെക്കിൽ വളർന്നു നിൽക്കുന്ന കാട്ടുചെടിയെ പൊക്കിയെടുത്തോണ്ട് വന്ന് ചട്ടിയിൽ നട്ടാലേ അത് കാണുന്നവരെ അത് കണ്ട് പരിഹസിക്കുകയുള്ളൂ. പൂന്തോട്ടത്തിൽ വളർത്തേണ്ടത് എന്താണെന്നുള്ളതും പിഴുതു കളയേണ്ടത് എന്താണെന്നുള്ളതും അറിയാത്തതേ അത് നിന്റെ പ്രശ്നമാണ്. അപ്പൊ നീ കരുതുന്നുണ്ടാവും പത്മയെ എല്ലാ അർത്ഥത്തിലും അങ്ങ് തോൽപ്പിച്ചു എന്ന്. പക്ഷേ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നീ നിന്റെ സ്വന്തം വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചു, നിനക്ക് ജയിക്കാൻ വേണ്ടി. പക്ഷേ കളിയും ഇനിയും ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നീ കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇതയ്ക്കും. അപ്പോഴും ഈ പത്മ ഇവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് പത്മ സൂര്യയെ ഒന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴൊക്കെ സൂര്യയും തിരിച്ച് പത്മയെ പരിഹാസത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ കേട്ടോണ്ട് ഇന്ദ്രജയും വേദയും വിജയനും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, അല്ല എന്തു പറ്റി, നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ പറയണം എന്ന് പറഞ്ഞപ്പോൾ 3 പേരും അങ്ങ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഇനി ആർക്കും എതിർപ്പില്ല, ആരും മിണ്ടാതെയാണല്ലോ പോയത്. അല്ല നന്ദിനി, നിനക്ക് വല്ലതും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പിന്നെ കേട്ടോളാം, എന്തായാലും ഞാൻ ഇതൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ സന്തോഷത്തോടു കൂടി എണീറ്റ് പോകുന്നത്. അങ്ങനെ സൂര്യയുടെ അടുത്തേക്ക് യതീന്ദ്രൻ ചെല്ലാണ്. എന്നിട്ട് എന്താ അച്ഛാ അച്ഛൻ്റെ മുഖം ഇങ്ങനെ? അപ്പോൾ സൂര്യ കരുതുന്നത് യതീന്ദ്രന് നന്ദിനിയുടെ പേരിലേക്ക് ഇങ്ങനെ സൈനിങ് അതോറിറ്റി കൊടുത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് സൂര്യ ചോദിക്കുന്നത്. പക്ഷേ സൂര്യ പോലും ഞെട്ടിച്ചു പോകുന്ന ആ ഒരു തീരുമാനമാണ് യതീന്ദ്രൻ പറയുന്നത്. കൺഗ്രാറ്റ്സ് മോനെ, നീ എടുത്തത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ്. നന്ദിനിയെ എല്ലാവർക്കും മുന്നിൽ എത്തിക്കാനുള്ള നിന്റെ ആ ഒരു ഉത്സാഹമുണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എന്നും ചോദിക്കുന്നത് പോലെ, നീ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണോ നന്ദിനിയെ ഇങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? അതോ നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ സൂര്യ പറയണ, മുമ്പായിരുന്നു അച്ഛൻ ഇത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരൊറ്റ തീരുമാനം മാത്രമേ പറയാനുള്ളൂ, അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു തീരുമാനം പറയുന്നില്ല. ഇപ്പൊ ഞാൻ ചെയ്തത് നന്ദിനിക്ക് വേണ്ടി മാത്രമാണ്. പാവം എനിക്ക് വേണ്ടി അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ്റെ ഒരു വാക്കുകൊണ്ട് മാത്രം എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടാണ് നന്ദിനി സഹിക്കുന്നത്. ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും പരിഹാസവും ആട്ടും തുപ്പും ഒക്കെ കേൾക്കുന്നില്ലേ? അപ്പോൾ അതിനു വേണ്ടി ഒരു കൂലിയായിട്ട് ഇതിരിക്കട്ടെ. ഈ അച്ഛൻ നോക്കിക്കോ, പത്മ മേഡം അയാളുടെ ഒരു ഒപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. യതീന്ദ്രൻ പറയണ, നന്ദിനിയുടെ കാര്യത്തിൽ നിനക്ക് കുറച്ചുകൂടി പക്വത വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ സൂര്യ പറയണ, അച്ഛാ ഇതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയൊന്നും അച്ഛൻ കാണണ്ട. അയാള് എനിക്ക് വേണ്ടി അത്രമാത്രം അധികം ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണ്, അല്ല സൂര്യ, നിനക്ക് ശരിക്കും അവളെ അങ്ങ് സ്നേഹിച്ചൂടെ? നിന്റെ ഭാര്യയായിട്ട് അങ്ങ് കണ്ടൂടെ? നിന്റെ സന്തോഷം അവളുമായിട്ട് അങ്ങ് പങ്കുവെച്ചൂടെ? നിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നീ അങ്ങ് മറന്നു കളയണം. അപ്പോഴാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. തൽക്കാലം അച്ഛൻ്റെ ഇപ്പോൾ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. അയാളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അയാൾക്കൊരു മോശം അവസ്ഥ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ അത് അച്ഛൻ പറയുന്നത് പോലെയൊന്നും ആയിരിക്കില്ല. അത് അച്ഛൻ അങ്ങ് വിട്ട് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞപ്പോൾ യതീന്ദ്രൻ പറയണേ, കുറച്ചു നാൾ കഴിഞ്ഞാൽ ഈ അച്ഛൻ പറയുന്നത് എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാവും. അന്ന് നീ നല്ലോണം മനസ്സിലിട്ട് ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കും. മക്കള് നന്നായി കാണണമെന്നാണ് ഏതൊരച്ഛനും ആഗ്രഹിക്കുകയുള്ളൂ. അത് നീ അവളോടൊപ്പം ജീവിക്കണമെന്നാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് യതീന്ദ്രൻ പോകുന്നത്. അപ്പോൾ സൂര്യ ഇങ്ങനെ എല്ലാ അച്ഛന്മാരും ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കണം. സമയം കനക മിത്രയെ കാണാൻ വേണ്ടി ചെല്ലാണ്. എന്നിട്ട് മിത്രയോട് വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും, സൂര്യയുടെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇപ്പോൾ നന്ദിനിയുടെ പേരിലേക്കാണ് ഇപ്പോൾ സൈനിങ് അതോറിറ്റി സൂര്യ കൊടുത്തിരിക്കുന്നത്. സൂര്യക്ക് വലത്തെ കൈ അനക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ 3 മാസത്തേക്ക് ഇപ്പോൾ നന്ദിനിക്കാണ് സൈനിങ് അതോറിറ്റി എന്ന് കേട്ടതോടുകൂടി മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് മിത്ര പറയണ, തൽക്കാലം ഇപ്പോൾ നീ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നീ എന്നെ അപ്പോഴപ്പോഴേ വിളിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കനകയെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ കനക പറയണേ, എത്രയും പെട്ടെന്ന് ആ നന്ദിനിയെ അവിടെ നിന്നും ഇല്ലാതാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവളിങ്ങനെ വളർന്നു വരുന്നത് എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല മിത്ര മേഡം എന്നൊക്കെ പറഞ്ഞ് കനക മിത്രയെ ഒന്ന് എരിപിരി കയറ്റിയിട്ടാണ് പോകുന്നത്. അതുപോലെ മിത്രയോട് പറയണേ, അല്ല ഇനിയിപ്പോൾ സൈനിങ് അതോറിറ്റി കൊടുത്തു നന്ദിനിക്ക്, ഇനിയിപ്പോൾ അടുത്തത് കമ്പനിയിലെ ഭരണം കൂടി ഇനിയിപ്പോൾ സൂര്യ സാറ് നന്ദിനിക്ക് കൊടുക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വേലക്കാരിയുടെ
ഒരു ഭാഗ്യം കണ്ടില്ലേ, വേലക്കാരി ആയാലേ നന്ദിനിയെ പോലെ ഇരിക്കണം, വലിയൊരു വീട്, ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരം, പിന്നെ ഇപ്പോൾ കണ്ടില്ലേ എല്ലാവിധ സൗകര്യങ്ങളും നന്ദിനിക്ക് കിട്ടുന്നു. എനിക്ക് അവളുടെ ഈ ഉയർച്ച എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ എത്രയും പെട്ടെന്ന് നിലത്തിറങ്ങണം, അതാണ് ഇനി ചെയ്യേണ്ടത്. അതിനുവേണ്ടി മിത്ര മേഡം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കനക പോകുന്നത്. അങ്ങനെ മിത്ര നേരെ പത്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പത്മയോട് ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം അറിഞ്ഞു, അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയിക്കാൻ. എന്ത് കാര്യമാണ് അറിഞ്ഞത്? അല്ല ഇപ്പോൾ പത്മ മേഡത്തിൻ്റെ കമ്പനിയിലുള്ള അധികാരം അത് പത്മ മേഡത്തിനേക്കാളും കൂടുതൽ നന്ദിനിക്കാണ് എന്നാണല്ലോ കേട്ടത്. അങ്ങനെ പലരും പലതും പറയും. മിത്ര വീണ്ടും പത്മയെ എരിപിരി കയറ്റുകയാണ്. അല്ല ഇങ്ങനെ പോയാൽ ഇപ്പോൾ നന്ദിനി തന്നെ ആ കമ്പനിയുടെ എല്ലാമായി മാറും. പിന്നെ പത്മ മേഡത്തിന് അവൾ പറയുന്നതും കേട്ട് അവിടെ ഒരു ഭാഗത്ത് ഇരിക്കേണ്ടി വരും. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ പത്മ മേഡത്തിന് അറിയാലോ ആ കമ്പനിയിലെ മുതൽ അവകാശവും അധികാരവും എല്ലാം സൂര്യക്കാണെന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ വളർത്താൻ വിട്ടാൽ അത് പത്മ മേഡത്തിന് തന്നെയാണ് ദോഷം ചെയ്യൂ. ഇതിപ്പോൾ സൂര്യ പത്മ മേഡത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട് ഇതിലിപ്പോൾ പത്മ മേഡത്തിനാണ് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്നൊക്കെ പറയാൻ എരിപിരി കേട്ടാണ്. അപ്പോൾ പത്മ പറയണ, എനിക്ക് സംസാരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ നിൽക്കുമ്പോൾ മിത്ര പറയണ, ഫോണ് കട്ടാക്കല്ല മേഡം, ഞാൻ പറയുന്നത് ഫുള്ളും കേൾക്കണം എന്ന് പറയട്ടോ. എന്നിട്ട് അല്ല ആ നന്ദിനി അങ്ങ് ഇല്ലാതാക്കിക്കൂടെ, അതിനുള്ള ആളുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ പത്മ പറയണ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കറിയാം നന്ദിനിയെ എന്ത് ചെയ്യണം എന്നുള്ളത്, അത് ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ മിത്ര സ്വയം പറയുകയാണ്, പത്മ മേഡം നന്ദിനിയെ കൊല്ലാൻ പോലും മടിക്കില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ അവളെ കൊന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് സൂര്യയും നന്ദിനിയും ഒരുമിച്ച് ജീവിക്കരുത്, അവർ വേർപിരിയണം, അതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് മിത്ര നിൽക്കുന്നത്. പിന്നീട് വേദ രാജുവേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അധികാരത്തിൽ അഹങ്കാരത്തോടു കൂടി രാജു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്താണ് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയുമാണെന്ന് പറയുമ്പോൾ, അപ്പോൾ ചിക്കൻ വെച്ചില്ലേ, ഞാനല്ലേ ആ നന്ദിനിയോട് ചിക്കൻ വെക്കാൻ വേണ്ടി പറഞ്ഞത്. അയ്യോ എന്നോട് പറഞ്ഞില്ല, നന്ദിനി എവിടെ എന്ന് ചോദിക്കുമ്പോൾ, സൂര്യ സാറിൻ്റെ റൂമിലുണ്ട്, ഞാനല്ലേ അവളോട് പറഞ്ഞത് ചിക്കൻ വെക്കണം എന്നുള്ളത്, നിങ്ങൾ വേലക്കാരികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉണ്ടാക്കി തരണം, ആ നന്ദിനിയെ ഇങ്ങ് വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി രാജുവിനോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജു ഇങ്ങനെ പെറുപെറുക്കുകയാണ്, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്ന്. അപ്പോൾ അത് വേദ കേൾക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നത്, ഈ രാജുവേട്ടനെ നാവിലിട്ടും കൊണ്ടുള്ള ഈ പെറുപെറുക്കലുണ്ട്, അതങ്ങ് നിർത്തിയേക്കണം എന്ന് പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് നന്ദിനിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടി റൂമിൽ സംസാരിക്കുകയാണ്. നന്ദിനിക്ക് സൈനിങ് അതോറിറ്റി സൂര്യ കൊടുത്തത് നന്ദിനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാണ് സൂര്യ സാർ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവിടെ എന്നെക്കാളും കൂടുതൽ അധികാരവും അവകാശവും ഉള്ളവരുണ്ടല്ലോ, അവർക്കല്ലേ കൊടുക്കേണ്ടത്, എനിക്ക് എന്ത് വിവരവും പഠിപ്പും ഒക്കെയാണ് ഉള്ളത്, എനിക്കൊന്നും അറിയില്ലല്ലോ, എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ വല്ലാതെ എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ എവിടേക്കെങ്കിലും അങ്ങ് ഒളിച്ചോടി പോകും എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, നന്ദിനി നീ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇവിടെ നിനക്ക് ഒരു വിലയും നിലയും വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നാളെ നിന്റെ ഒപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെയുള്ള എല്ലാവരും കാത്തു നിൽക്കണം, അതിനു വേണ്ടി നിന്നെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്റെ പേരിലേക്ക് എൻ്റെ സൈനിങ് അതോറിറ്റി ഞാൻ ആക്കിയത്. നിനക്ക് വേണ്ടി നാളെ എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ വരണം എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയും വരണ്ട, സാറിന് ഇവിടെയുള്ള വേദ മേഡത്തിനോ ഇന്ദ്രജ മേഡത്തിനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആരുടെ പേരിലേക്കാണ് സൈനിങ് അതോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത്, നീ ഇപ്പോൾ തൽക്കാലം ആരുടെ പേരും പറയാനും പോണ്ട, ഒന്നും എന്നോട് സംസാരിക്കുകയും വേണ്ട, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നീ അത് തിരുത്താനും വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, നിനക്ക് ഇവിടെ ഒരു നിലയും വിലയും ഞാൻ വരുത്തിക്കും, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് രാജു വരുന്നത്. എന്നിട്ട് എന്താണ് രാജുവേട്ട എന്ന് ചോദിക്കുമ്പോൾ ആ വേദ മേഡം വിളിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ ചോദിക്കുക, എന്തിനാണാവോ? അല്ല ഇന്ന് ഭക്ഷണം കഴിക്കാൻ എന്താണ് ഉണ്ടാക്കിയത്, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് വേദ മേഡം അവിടേക്ക് വന്നത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. നന്ദിനിയോട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേദ മേഡം പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി, അയ്യോ ഞാനത് മറന്നതാണ്, ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ സൂര്യ തടയാണ്. നീ എവിടേക്കാണ് പോകുന്നത്? നീ ഇവിടുത്തെ അടുക്കളക്കാരിയല്ല, നീ ഇവിടെ ആരുടെയും വേലക്കാരിയുമല്ല, നീ എൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അവൾക്ക് ചിക്കൻ കറി വേണമെങ്കിൽ അവൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളും, അല്ലാതെ നീ അവിടെ പോയി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് നന്ദിനിയെ സൂര്യ തടയണം.